പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തന്നാലും നാഥ ആത്മാവിനെ എന്നുള്ള ഗാനം നമുക്ക് ഈ സമയം പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, സഹിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ, കുട്ടികൾക്ക് പഠിക്കാൻ, തീഷ്ണതയോടെ തളർന്നു പോകാതെ പ്രത്യാശയോടെ ജീവിക്കാൻ, എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമുക്ക് ആവശ്യമാണ്. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. തന്നാലും നാഥ ആത്മാവിനെ എന്ന ഗാനം നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. അകതാരിലുണർവിൻ
പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കണമേ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും രക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സഹിയോൻ ഒട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ ഇടവക സമൂഹത്തിൻ്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവം വിശ്വാസ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധ മാതാവേ, എന്റെ അമ്മേ, ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തുമാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ, പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ഈ ദിവസങ്ങളിൽ നൊവേനകളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകിയ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. നമ്മുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ, നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. തൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മെ നിറച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും മേൽ തീനാള രൂപത്തിൽ ഇറങ്ങി വന്നവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനായി ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും അവരെ നിറക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭാരത സുവിശേഷവൽക്കരണത്തിനായി അനേകരുടെ സമയവും കഴിവും വിനിയോഗിക്കാൻ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഭയെ നയിക്കുവാനായി എല്ലായ്പ്പോഴും പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യവും ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ ദൈവമേ, ഞങ്ങൾക്ക് ആത്മസംയമനം നൽകണമേ. ഞങ്ങളുടെ വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ
ഞങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കട്ടെ. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കണമേ. ഞങ്ങളുടെ വികാരങ്ങളും പ്രവൃത്തികളും സ്നേഹത്തിൽ വേരൂന്നിയതാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ നിത്യനായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ സാക്ഷികളുടെ മഹാസമൂഹത്തിന് മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്നെ തന്നെ എന്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധിയുടെ വെണ്മയെയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു. അങ്ങന്റെ ആത്മാവിന്റെ ശക്തിയും പ്രകാശവുമാകുന്നു. ഞാൻ അങ്ങയിൽ ജീവിക്കുകയും ചലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൃപാവരത്തോട് അവിശ്വസ്തത കാണിച്ച് അങ്ങയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങയെ ഉപദ്രവിക്കുവാൻ എനിക്കിടയാക്കല്ലേ. എന്റെ ഓരോ ചിന്തയെയും അവിടുന്ന് കാരുണ്യപൂർവം കാത്തു സൂക്ഷിക്കണമേ. എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നോക്കുവാനും അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയുടെ കരുണാമയമായ പ്രചോദനങ്ങളെ തുടരുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ബലഹീനതയിൽ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ദിവികാരുടെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇനിയുള്ള സമയം എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വർഷങ്ങളായി പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, രോഗപീഠകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും സഭയിലെ വൈദികരുടെ മേലും സമർപ്പിതരുടെ മേലും മാമോദീസ സ്വീകരിച്ചപ്പോഴും സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോഴും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുള്ള എല്ലാവരെയും ഈ പന്തക്കുസ്താ ദിനത്തിൽ ദിവികാരുണ്യ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കുട്ടികൾ. ഏറ്റവും നന്നായി പഠിക്കുവാൻ ബുദ്ധിശക്തി, ഓർമ്മശക്തി എല്ലാം നൽകണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കാരുണ്യപൂർവ്വം പെരുമാറുവാനും എല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പരിശുദ്ധമായ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപാട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം വിശ്വാസത്തോടെ സമർപ്പിക്കാം. തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ, പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധമായ കുർബാന അർപ്പിക്കാം. ഈ കുർബാനയിലുടനീളം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, നിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിൻ്റെ അഗ്നിയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ശരീരത്തിൻ്റെ മേഖലയിൽ ഒക്കെ ചെയ്തു പോകുന്ന ദുശീലങ്ങൾക്കും പാപ അടിമത്തങ്ങളിൽ നിന്നെല്ലാം ഈശോയെ ഞങ്ങൾക്ക് മോചനം നൽകണമേ എന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരു കീഴാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തീ
സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, രക്ഷാകർമ്മം പൂർത്തിയാക്കി അങ്ങയുടെ പുത്രനെ മഹത്വത്തിലേക്ക് ഉയർത്തിയ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഉദ്യതനായ മിശിഹായെ ലോകാവസാനത്തോളം സധൈര്യം പ്രഘോഷിക്കുവാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കുവാനും പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധ റൂഹായെ അയച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഈ രക്ഷാകര രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ആളുന്നതിനോ പാവനമാം നിൻ മാമലയെങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരേ ഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനനാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലീനം വാങ്ങാത്തവനും നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയെങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരേ ഭൂവിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ
അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദ്യക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്തെന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനമേ വചനമേ വരമഴയായി പൊഴിയൂ. വചനമേ വചനമേ വിൺകൃപയായി ഒഴുകൂ. ജീവനായി നിറയൂ, ദീപമായി തെളിയൂ. ജീവനായി നിറയൂ, ദീപമായി തെളിയൂ. സൗഖ്യദായക ശാന്തിനാഥ ധ്വനിയായി അണയൂ. സൗഖ്യദായക ശാന്തിനാഥ ധ്വനിയായി അണയൂ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ
അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുമിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പന്തക്കുസ്താ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം 3 തിരുനാളുകളാണ് പ്രധാനമായും അവർ ആഘോഷിച്ചിരുന്നത്. 1 പെസഹ തിരുനാൾ, 2 പന്തക്കുസ്താ തിരുനാൾ, 3 കൂടാര തിരുനാൾ. പന്തക്കുസ്താ തിരുനാൾ യഹൂദർ ആഘോഷിക്കാനുള്ള കാരണം അതൊരു വിളവെടുപ്പിൻ്റെ തിരുനാളായിരുന്നു. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50-ാം ദിവസം എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിനമാണ് പന്തക്കുസ്ത തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതൊരു ഓർമ്മയാചരണമാണ്. എന്താണ് ഓർമ്മ? സെഹ്യോനൂട്ടിസ്യാലയിൽ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം പ്രാർത്ഥനയിലായിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി ഇറങ്ങി വന്നതിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മളിത് പന്തക്കുസ്താ തിരുനാളായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ 3ാമത്തെ വ്യക്തിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് നിരന്തരമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചത്തതും ജീർണിച്ചതുമായ മന്ദീഭവിച്ചതുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടി, ജീവനുണ്ടാകാൻ വേണ്ടി, അഭിഷേകമുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ മന്ദീഭവിച്ചു പോവുകയും സാവകാശം പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മളുടെ ജീവിതം കൂരിരുട്ടിലേക്ക് വീണു പോകുമെന്നർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ചപ്പോഴും സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചപ്പോഴും ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴും കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ കൂടുതലായി ജ്വലിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂദാശകളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കൂദാശകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലായ്പ്പോഴും സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുംഭസാരവും ദിവ്യകാരുണ്യവും ഈ കുർബാനയൊക്കെയാണ്. മറ്റുള്ള കൂദാശകൾ നമുക്ക് എപ്പോഴും സ്വീകരിക്കാൻ പറ്റുകയില്ല. സ്ഥൈര്യലേപനം നമുക്ക് ഒരു പ്രാവശ്യം സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിവാഹം നമുക്ക് എപ്പോഴും സ്വീകരിക്കാൻ പറ്റില്ല. തിരുപ്പട്ട നമുക്ക് എപ്പോഴും സ്വീകരിക്കാൻ പറ്റില്ല. രോഗീലേപനം ആയാലും നമുക്ക് എപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കൂദാശകൾ കൂടെ സ്വീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ നിറയുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മളുടെ അതിരൂപതകളിലൊക്കെ തിരുപ്പട്ടങ്ങളുടെ സമയമാണ് വരാൻ പോകുന്നു. ചിലപ്പോഴൊക്കെ ഏപ്രിൽ മാസത്തിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഈ തിരുപ്പട്ട ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കൂദാശയാണ്. ആ കൂദാശകൾ നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ പോയി പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിളിക്കണമെന്നൊന്നുമില്ല. നമ്മുടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഏതെങ്കിലും പള്ളികളിൽ തിരുപ്പട്ട ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കൂദാശയാണ് അവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ കൂദാശകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മിലും പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കൂടെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടും കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടും നമ്മുടെ ഉള്ളിൽ തണുത്ത് മരവിച്ചു പോയ പരിശുദ്ധാത്മാവിനെ നമുക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ സുവിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തണുത്തു പോകുന്നതിൻ്റെയും നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ജ്വലനം ഇല്ലാതെ പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സജീവമായി സംബന്ധിക്കുന്നില്ല. കുംഭസാരം എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ വർഷങ്ങളിൽ ഒരിക്കൽ വരുമ്പോൾ, ഒരു ആഘോഷം വരുമ്പോൾ ഒന്ന് പോയി കുംഭസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു അല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മൾ തണുത്തു പോകുന്നതിൻ്റെ ഒരു കാരണം അതുതന്നെയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ കുംഭസാരിക്കുക, സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പള്ളിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ചില മനുഷ്യരുണ്ട്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ജ്വലനം സംഭവിക്കുന്നതുകൊണ്ടാണ്. ചില വ്യക്തികളുടെ പ്രവർത്തനം, സഭയിലാണെങ്കിൽ പോലും ചില വ്യക്തികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ
എന്തുമാത്രം തീഷ്ണതയോടുകൂടിയാണ് അവർ ആ സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, അതിരൂപതയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. പരിശുദ്ധാത്മാവിൻ്റെ തീ അവരുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സജീവമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഓർക്കും, നമ്മുടെ എറണാകുളം കുമാരി അതിരൂപതയിൽ താമരവിളി എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്, ജോസഫ് താമരവിളി അച്ഛൻ. അച്ഛനൊരു ബൈക്കുണ്ട്. അച്ഛന് കാറൊന്നുമില്ല. അച്ഛൻ ഈ ബൈക്കിൽ എല്ലാ പരിപാടിയും അച്ഛൻ ഏൽക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുർബാന അച്ഛൻ ഒന്ന് സഹായിക്കാൻ വരുമോ? ഓ ഞാൻ വരാടാ, ഒരു കുഴപ്പമില്ല. അച്ഛനൊരു ക്ലാസ് ഉണ്ട്, അച്ഛനൊന്ന് നടത്തി തരാമോ? ഞാൻ വരാം, ഞാൻ റെഡിയാണ്. എല്ലാത്തിനും അച്ഛൻ റെഡിയാണ്. പക്ഷേ ഈ ഓരോ സ്ഥലങ്ങളും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടാവും. പക്ഷേ ഈ അച്ഛൻ ഈ ബൈക്കിൽ ദീർഘ സമയമെടുത്ത് യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളിലെല്ലാം ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛനാണ് താമരയുടെ അച്ഛൻ. ഇപ്പം അച്ഛന് ഇച്ചിരി പ്രായമൊക്കെ ആയി, ഇപ്പം വേഗത ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ ഓടി അച്ഛനെത്തും. അപ്പം ഇതുപോലെ തീഷ്ണതയോടെ ജോലി ചെയ്യുന്ന ഒരുപാട് വൈദികരും സമർപ്പിതരും ഒക്കെ ഉണ്ട് നമ്മുടെ സഭയിൽ, അൽമായരും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ അവരുടെ ജീവിതത്തിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചില വ്യക്തികൾ. ശ്ലീഹന്മാർക്കൊക്കെ അവരുടെ ജീവിതം പൂർണ്ണമായും രക്തസാക്ഷിത്വത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് സാധിച്ചതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുകൊണ്ടാണ്. ഈശോയുടെ 12 ശിഷ്യന്മാർ രക്തസാക്ഷികളായി. ആരെയും വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരും രക്തസാക്ഷികളായെന്നുള്ളതാണ്. വളരെ ക്രൂരമായിട്ടുള്ള മരണങ്ങൾക്കാണ് അവരൊക്കെ അർഹരായിട്ട് തീർന്നിട്ടുള്ളവർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വയം ജീവിതം തന്നെ ഹോമിക്കാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഒരു തീ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേലണങ്ങി പണി ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. വേർപ്പിൻ്റെ അസുഖമൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. വേർക്കാൻ നമുക്ക് ഇഷ്ടമില്ല. ഈശോയ്ക്ക് വേണ്ടി മേലണങ്ങി പണി ചെയ്യാൻ, കുറച്ച് സമ്പത്ത് ചെലവഴിക്കാൻ, കുറച്ച് സമയം ചെലവഴിക്കാൻ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെയൊക്കെ അങ്ങനെ ഒഴുകി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുത്തണം. ഒരു സമയം പോലും നഷ്ടപ്പെടുത്തി കളയാതെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ ധൈര്യത്തോടുകൂടെ മക്കൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ്. ആ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കുടുംബം നശിച്ചു പോകാതിരിക്കാൻ, പിശാചിൻ്റെ കെണിയിൽ വീണു പോകാതിരിക്കാൻ ആ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് മാതാപിതാക്കൾ. അങ്ങനെ ആയിരിക്കണം. ഈ അടുത്ത കാലത്ത് ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത ദൃശ്യം എന്ന് പറയുന്ന സിനിമ 3ാം ഭാഗവും റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ എല്ലാം ഒരു കേന്ദ്രബിന്ദു, ത്രെഡ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് വേണ്ടി നിലപാടെടുത്ത് നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ, ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. എന്തൊക്കെ വന്നാലും എൻ്റെ കുടുംബത്തെ ഞാൻ ജയിലിലേക്ക് വിടുകയില്ല, നശിപ്പിക്കാൻ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ധൈര്യം എടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ, ഒരു കുടുംബത്തിലെ സഹനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ പ്രത്യാശയോടെ നിരാശപ്പെടാതെ ആ കുടുംബത്തിന് വേണ്ടി, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ നമുക്ക് ധൈര്യം വേണം. പരിശുദ്ധാത്മാവാണ് ആ ധൈര്യം നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കും, ഭാര്യ ജോലിക്ക് പോട്ടെ. അങ്ങനെയുണ്ട് ഈ കാലഘട്ടത്തിൽ ചില മനുഷ്യർ, ഒരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാർ. ഭാര്യ ജോലിക്ക് പോട്ടെ, മക്കൾ ജോലിക്ക് പോട്ടെ, എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയല്ല, നമുക്ക് ധൈര്യം വേണം. ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും അതിജീവിക്കാനായിട്ടുള്ള ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, നഷ്ടങ്ങൾ സംഭവിക്കും, ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ വരും. എന്ന് വിചാരിച്ച് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുക അല്ല വേണ്ടത്. ധൈര്യം അവലംബിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തോണി മുങ്ങാതെ ആ തോണിയെ, ജീവിതമാകുന്ന കുടുംബമാകുന്ന തോണിയെ തുഴഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. കൂടെ തുഴയാനായിട്ട് മക്കൾക്കും സാധിക്കണം. നിരാശപ്പെട്ടു പോകരുത്, ധൈര്യം അവലംബിക്കണം. ഏലിയാ പ്രവാചകനോട് നീ എന്തെടുക്കുന്നു എന്ന് ദൈവമായ കർത്താവ് ചോദിച്ചപ്പോൾ ഏലിയാ പ്രവാചകൻ പറഞ്ഞ പ്രകാരമാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഈ ജ്വലനം നമുക്കുണ്ടാകണം.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. എൻ്റെ കുടുംബത്തെ പ്രതി ജ്വലിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഇടവകയെ പ്രതി, എൻ്റെ സഭയെ പ്രതി, എൻ്റെ ഈ സമൂഹത്തെ പ്രതി ജ്വലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എവിടെ ഒരു കുടുംബ യൂണിറ്റിന് വരാൻ പോലും ജ്വലനമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഒരു മഴ പെയ്താൽ ഈ ജ്വലനം എല്ലാം കെട്ടുപോകും. കുർബാനയ്ക്ക് വരാൻ പോലും നമുക്ക് പറ്റാറില്ല. ജ്വലനം കെട്ടുപോകുന്നുണ്ട്, തീ അണഞ്ഞു പോകുന്നുണ്ട്. അത് ഓർക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂരിരുട്ടിലേക്ക് വീഴുന്ന ഒരു പ്രതീതി ഉണ്ടാകും പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മഹാപാപം ചെയ്ത ദാവീദ് രാജാവ് പറഞ്ഞത്, എന്നെ നീ എന്തു വേണമെങ്കിലും ചെയ്തോ ദൈവമേ, പക്ഷേ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. വേറെ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാനതെല്ലാം സഹിക്കാനും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കെട്ടുപോയി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം കെട്ടുപോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂരിരുട്ടിലേക്ക് വീണു പോകും, നാശത്തിലേക്ക് വീണു പോകും. നമ്മുടെ ജീവിതം തന്നെ അപകടത്തിലായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസം പന്തക്കുസ്താ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചും കൂടി ധൈര്യം അവലംബിച്ചുകൊണ്ട്, പ്രതിസന്ധികളുണ്ടാകും, തുഴയാൻ പറ്റാത്ത വിധത്തിൽ സ്റ്റക്കായി പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിച്ച് അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും. മക്കളെ പ്രതിയും കുടുംബ സാഹചര്യങ്ങളെ പ്രതിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കണം, ധൈര്യം അവലംബിക്കണം, പ്രത്യാശ കൈവിടാതെ, നിരാശപ്പെടാതെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ചുകൊണ്ട്, ഈ കൂദാശകളിലൂടെയെല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്ന വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധൈര്യത്തോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പന്തക്കുസ്താ നാളിൽ പരിശുദ്ധ റൂഹായാൽ ശിഷ്യന്മാരെ സമാശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖം അകറ്റുകയും അവരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കൂദാശകളിലൂടെ പരിശുദ്ധ റൂഹായ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ക്ലേശങ്ങളിലും പീഡനങ്ങളിലും ധൈര്യവും പ്രത്യാശയും പ്രദാനം ചെയ്യാൻ ശിഷ്യന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭയുടെയും തലവനായ ഞങ്ങൾ പരിശുദ്ധ പിതാവ് മാർ ലിയോ 14 പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലത്തെയും ഞങ്ങളുടെ അവതരൂപതയിലെ മെത്രാപോലത്തൻ വികാരി മാർ ജോസഫ് മെത്രാപോലത്തെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സുവിശേഷം പ്രസംഗിക്കുവാൻ ശ്ലീഹന്മാരെ നിയോഗിച്ച കർത്താവേ, ഉദ്ധിതനായി നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല മനുഷ്യരും നിന്നെ ഏകരക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നതിനും വിശ്വാസവും മാമോദീസായും സ്വീകരിച്ച് സഭയിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുളച്ചു നീക്കുകയും ചെയ്യട്ടെ. ജീവനീകും പങ്കുവേ
ദൈവമാതാവാം കന്യാമേരിയേ, സ്നേഹമോടോർത്തിടാം അൾത്താരയിൽ. കന്യാമേരീതൻ ദിവ്യവല്ലഭനേ, വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ ശ്ലീഹയാം മാർത്തോമാ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരേ, ധന്യരക്തസാക്ഷികളേ, ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാന്തി അടിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല ശക്തിയുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന 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 അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ പരിശുദ്ധ ലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും മാർ ജോസഫ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറിയോസേപ്പ് പിതാവിൻ്റെയും മധ്യസ്ഥതയിൽ ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർക്കും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാധിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, ആത്മാവിൻ സായുജ്യമേ, ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, ആത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയുടെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയരപ്പുറം ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനമരുളുകയും ചെയ്തു. അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, രക്ഷകനും ദൈവപുത്രനുമായ മിശിഹായുടെ കൃപയാൽ അവിടുത്തെ ശരീരത്വങ്ങളെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടുകൂടി സമീപിക്കുകയും സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനം കാരണമാകട്ടെ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേത്തെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ ഭൂഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പുരോഹിതത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഏതുള്ളവരുടെ ആനന്ദവും ആശ്വാസവും പരനിത്യ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെ ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി സമർപ്പിക്കാം. അവരുടെ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടാൻ നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവേ അവരുടെ സുസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ജപം. മരിയാമ്പികയെ അവിടുന്ന് പ്രാരംഭ സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു. ഇന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളും സഭാമാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ. പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. നാഥേ, പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാസന്താനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതിജനകമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുഹൃത ജപം. ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.